നമ്മുടെ മികച്ച സ്കൂളുകൾക്ക് ഓരോ കോടി രൂപ വീതം കിട്ടുന്നൊരു പദ്ധതിയുണ്ട്. PM ശ്രീ എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ പ്രത്യേക പദ്ധതി. കേരളത്തിൽ ഏതാണ്ട് 180 സ്കൂളുകൾക്ക് ഈ 1 കോടി രൂപ വീതം കിട്ടാൻ അർഹതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ PM സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന പദ്ധതിയുടെ ഭാഗമാണ് അത്. അപ്പോൾ കേരളത്തിന് 328.83 328 കോടി 83 ലക്ഷം രൂപ ഇത് പ്രകാരം കിട്ടാനുണ്ടെന്ന് പറഞ്ഞാൽ കേന്ദ്രം അനുവദിക്കേണ്ടതാണ്. കഴിഞ്ഞ ജൂൺ തൊട്ട് കിട്ടേണ്ടതാണ്. പക്ഷേ കേരളം എന്ത് ചെയ്തെന്നറിയോ? PM ശ്രീ പ്രധാനമന്ത്രി ശ്രീ സ്കൂൾ എന്ന പേര് വെക്കാൻ പറ്റത്തില്ല, അവിടെ മോദിയുടെ പേരും വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നടപ്പാക്കാതിരുന്നു. അങ്ങനെ നഷ്ടപ്പെട്ടു പോയത് നമ്മുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം കിട്ടാൻ ഉതകുന്ന 167 കോടി 94 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 168 കോടി രൂപയാണ് നഷ്ടപ്പെടുത്തിയത്. മോദിയോടുള്ള വൈരാഗ്യം കൊണ്ട് ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ലഭ്യമാക്കാനുള്ള പൈസ വരെ ഇവർ പാഴാക്കുകയാണ്. ഒടുവിൽ പുതിയ സാമ്പത്തിക വർഷത്തിൽ തീരുമാനിച്ചിരിക്കുന്നു അടുത്ത വർഷം നടപ്പാക്കുമെന്ന്. പോയത് പോയി. തീർച്ചയായിട്ടും ഇതൊരു പതിവാണ് സാറേ. ഇത് എപ്പോഴും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരുന്ന എല്ലാ അടിസ്ഥാന പരിഷ്കാരങ്ങളെയും, ഞാൻ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് എനിക്ക് എൻ്റെ ജീവിതകാലം മുഴുവനുള്ള അനുഭവമുണ്ട്. അതേത് വിദ്യാഭ്യാസ പരിഷ്കാരം വരുമ്പോഴും തുടക്കത്തിൽ ഒന്ന് പുറംതിരിഞ്ഞ് നിൽക്കും, വെറുതെ ഒന്ന് കുതറിക്കൊണ്ടിരിക്കും. എന്നിട്ട് ആ സമയം ഇപ്പോൾ ഒരു കൊല്ലം സത്യത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ സാറ് പറഞ്ഞ 169 കോടിയോ 168 കോടി മാത്രമല്ല നഷ്ടപ്പെടുത്തിയത്. സത്യത്തിൽ ഇതൊരു കൊല്ലം മുമ്പേ തുടങ്ങി NEP ആണത്. അതെ. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, പുതിയ കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ വിദ്യാഭ്യാസ നയം വന്നപ്പോൾ ആദ്യത്തെ ഇപ്പൊ കഴിഞ്ഞൊരു കൊല്ലം ഈ 169 കോടി നഷ്ടപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, അത്രയും ഒരു കൊല്ലത്തെ ഈ പുതിയ പരിഷ്കാരം ഒരു കൊല്ലം മുമ്പേ തുടങ്ങാമായിരുന്നു നഷ്ടപ്പെടുത്തുക. അത്രയും കുട്ടികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും നഷ്ടപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യം, ഈ സമയം ഇവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഇതിനെതിരായി ജനമനസ്സിൽ ബോധമുണ്ടാക്കാവുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തുക. ഇതാണ് പുതിയ വിദ്യാഭ്യാസ നയം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തെ തകർക്കുന്നതാണ്, വിദ്യാഭ്യാസത്തെ തകർക്കുന്നതാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്നാൽ ആ പറഞ്ഞിടത്ത് ഒരു കാലത്ത് നിന്നിട്ടുമില്ല. ഇപ്പൊ DPP പരിഷ്കാരം വന്നപ്പോൾ ഇതുണ്ടായിരുന്നു, SSA വന്നപ്പോൾ ഉണ്ടായിരുന്നു, ഇപ്പൊ SSK ആണ് ഈ ഫണ്ട് വിനിയോഗിക്കേണ്ടത്. SSK തീറ്റിപ്പോറ്റുന്നത് കേന്ദ്ര ഗവൺമെന്റ്, വലിയ പങ്ക് കേന്ദ്ര ഗവൺമെന്റ് ഫണ്ടാണ്. ആ സ്ഥാപനങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഇതിനകത്തൊക്കെ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ ഇതിനകത്തൊക്കെ ഇപ്പോൾ കേരളത്തിൽ ഭരിക്കുന്ന അതിൻ്റെ എല്ലാ ഘടകങ്ങളിലും A to Z, ഏത് തൊട്ട് അതിൻ്റെ പ്രോജക്റ്റ് ഓഫീസർമാർ തൊട്ട് ട്രെയിനേഴ്സ് വരെയുള്ളത് CPM വരെയാണ്. പക്ഷേ അതിൻ്റെ ഭാവിയെക്കുറിച്ചും ഇത്തരം പരിഷ്കാരങ്ങളുടെ ഒരു തുടർച്ച വേണ്ടതിനെക്കുറിച്ചും ഒന്നും ചിന്തയില്ല. എന്തു വന്നാലും എതിർക്കാൻ എന്താ വഴി നോക്കും. ഇപ്പൊ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നപ്പോൾ ഉണ്ടായ സംഭവം അതാണ്. അതിന്റെ പേരിൽ പറയുന്ന കാര്യങ്ങളോ ഇതിൽ മാത്രമല്ല സാർ, ആരോഗ്യരംഗത്ത് കണ്ടില്ലേ? ആരോഗ്യരംഗത്തും ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുടെ പേര് വെക്കാൻ പാടില്ല, പടം വെക്കാൻ പാടില്ല. നിസ്സാരത്തിന്റെ പൈസയാണ്. നമ്മുടെ എറണാകുളം ജില്ലാ ആശുപത്രിയിൽ ഒരു പുതിയ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്ക് വന്നിട്ടുണ്ട്. മുഴുവൻ തുകയും കേന്ദ്ര സർക്കാരിന്റെയാണ്. അതെ, സംസ്ഥാന സർക്കാരിന്റെ പേരിലാണ് പണിത് പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തത്. ഇത് എല്ലാ വിദ്യാഭ്യാസ രംഗത്താണ് ഏറ്റവും രൂക്ഷമായിട്ടുള്ളത്. വിദ്യാഭ്യാസ രംഗത്ത് സത്യത്തിൽ ആലോചിച്ച് നോക്കും. ഇപ്പൊ എന്താ പറയുന്നത്, ഇപ്പോൾ PM ശ്രീ, ഓർപ്പിക്കേണ്ട ഒരു കാര്യം, ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കേന്ദ്ര ഗവൺമെന്റിന്റെ ഏത് പദ്ധതി വന്നാലും കോമൺ സെൻസ് ഉള്ള ഇന്ത്യക്കാരന് മനസ്സിലാവും അതിന്റെ ആദ്യത്തെ ഗുണഭോക്താക്കൾ എപ്പോഴും കേരളമായിരിക്കും. അതെ, കാരണം ഈ രണ്ട് മേഖലയിൽ ഇപ്പോൾ എനിക്ക് 150 സ്കൂളുകൾക്ക് PM ശ്രീ പദ്ധതിക്ക് 150 സ്കൂളുകൾ കേരളത്തിൽ അർഹമാണ്. നോർത്ത് ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങൾ ചേർന്ന 150 സ്കൂളുകളില്ല. കാരണം ഈ നിലവാരത്തിൽ വരണം. ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടല്ലോ. ഈ ആനുകൂല്യങ്ങൾ നേടാനുള്ള 1 കോടിയുടെ പ്രോജക്റ്റാണ് ഓരോ സ്കൂളിനും. അപ്പോൾ ഈ ആനുകൂല്യം നേടാനുള്ള യോഗ്യത വേണമല്ലോ. അടിസ്ഥാന സൗകര്യങ്ങൾ വേണം, അതിന്റെ അക്കാഡമിക് റിസൾട്ട് വേണം, നോൺ അക്കാഡമിക് റിസൾട്ട് വേണം, ഇൻഫ്രാസ്ട്രക്ചർ, ഈ സൗകര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ ആ നിലവാരത്തിലെത്തിയ സ്കൂളുകൾ എപ്പോഴും കേരളത്തിൽ കൂടുതലായിരിക്കും. കേരളത്തിന് വളരെ ന്യായമായി അർഹിക്കുന്ന വിധത്തിൽ വാങ്ങിയെടുക്കാവുന്ന, ഇത് വാങ്ങാനുള്ള ഏക പരാതി പറഞ്ഞിരുന്നത് PM ശ്രീ എന്ന് എഴുതി വെക്കണം, പ്രധാനമന്ത്രി ശ്രീ സ്കൂൾ എന്ന് എഴുതണം. അത് പ്രധാനമന്ത്രി എന്ന് എഴുതിയാൽ ഇവർക്ക് സഹിക്കാൻ പറ്റില്ല. ഇത് എനിക്കറിയില്ല എന്ന് മുതലാണ് ഈ വിരോധം തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു ഈ 10 കൊല്ലമായിട്ട് നരേന്ദ്രമോദി ഭരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഒരു നയം സ്വീകരിക്കാൻ തുടങ്ങിയത്. ഇവിടെ എന്നാ ഇല്ലാത്തത്? ജവഹർ റോസ്ഗാർ യോജന JRY ഉണ്ടായിരുന്നില്ല. എന്താണ് ഇന്ദിരാഗാന്ധി ആവാസ് യോജന ഉണ്ടായിരുന്നില്ലേ? IAY JRY ഒക്കെയുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നില്ലേ? ഒക്കെ അതാത് കാലത്തെ പ്രധാനമന്ത്രിമാരുടെ പേരല്ലേ? അല്ല, ഇതിനകത്ത് മോദി പേര് പോലും ഇല്ല. പ്രധാനമന്ത്രി മാത്രമേ ഉള്ളൂ. പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ലേ? ആ സ്ഥാനത്ത് ആരിരുന്നാലും എന്ത്?
ആ പദവിയെ ബഹുമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ സ്കീം പ്രകാരം കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഈ നാട്ടിലെ അടിസ്ഥാന വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് വാങ്ങിക്കൊടുക്കുകയല്ലേ വേണ്ടത്? ശ്രദ്ധിച്ചോന്നറിയില്ല, മറ്റൊന്നുണ്ട്. അതായത് നമ്മുടെ ഓരോ പ്രധാനപ്പെട്ട ജില്ലകൾക്കും കേരളത്തിലെ 3-4 ജില്ല തിരഞ്ഞെടുത്തിട്ടുണ്ട്. 800 ഇലക്ട്രിക് ബസ്സുകൾ കൊടുക്കുന്ന ഒരു പദ്ധതിയുണ്ട്. തൃശ്ശൂരിനും തിരുവനന്തപുരത്തിനും സാങ്ഷൻ ആയിരിക്കുക. കേരളം ഇതുവരെ വാങ്ങിയിട്ടില്ല. വാങ്ങില്ല. എന്താ തടസ്സം പറഞ്ഞേക്കണത്? അത് വാങ്ങാത്തതിന് കാരണം മറ്റൊന്നുണ്ട്. ഗണേഷ് വന്ന ഉടനെ, ട്രാൻസ്പോർട്ട് മന്ത്രിയായ ഉടനെ പറഞ്ഞു വൈദ്യുതി ബസ്സുകൾ നഷ്ടത്തിലാണ്. അപ്പോഴും തിരുവനന്തപുരത്ത് ഓടുന്ന ബസ്സുകൾ ഓരോ ബസ്സും 1 കിലോമീറ്ററിന് 18 ഉറുപ്പിക വീതം ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗണേഷ് പറഞ്ഞത് ഇനി ഇലക്ട്രിക് ബസ്സുകൾ വേണ്ട, ഡീസൽ ബസ്സുകൾ മേടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. കാരണം ഈ സാധനം വരുന്നുണ്ടേ, വരുന്നുണ്ട്. കാലേക്കുട്ടി പറഞ്ഞു. അത് അവസാനം വലിയ വിവാദമായി പിൻവലിക്കേണ്ടി വന്നു. KSRTC MD തന്നെ പറഞ്ഞു ഇലക്ട്രിക് ബസ്സുകൾ ലാഭത്തിലാണെന്ന് പറഞ്ഞു. MDയുടെ സീറ്റ് പോയി. ഇങ്ങനെ കുറേ വിവാദങ്ങളുണ്ട്. അപ്പം കേന്ദ്രത്തിന്റെ പദ്ധതികൾ വരുമ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുക. ഇപ്പോൾ ഡീസൽ ബസ്സുകൾ 500 വാങ്ങാൻ പോകുന്നുണ്ട് KSRTC. അതെനിക്ക് തോന്നുന്നു പർച്ചേസിംഗിന്റെ ഒരു കളി അറിയാലോ സാർ. വികസനം എന്ന് പറയുന്നതും ഭരണം എന്ന് പറയുന്നതും ഒക്കെ മിനിമം ഈ പർച്ചേസിംഗ് ആണ്. പർച്ചേസിങ്ങും കമ്മീഷനും ചേർന്ന ഒരു പൊളിറ്റിക്സാണ് നമ്മൾ ഈ വികസന രാഷ്ട്രീയം എന്ന് ഇപ്പോൾ വിളിക്കേണ്ടത്. അപ്പോൾ അതായിരിക്കും അതിൻ്റെ താല്പര്യം. അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് ഡീസൽ വാഹനങ്ങൾ വാങ്ങാൻ വേണ്ടിയുള്ള തന്ത്രം ഇത് വേണ്ടാന്ന് വെക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനപരമായ പെശക് ഇതല്ലല്ലോ. PM ശ്രീ എന്ന് പറഞ്ഞൊരു സ്കൂളിൻ്റെ പദ്ധതി വരുന്നു. പ്രധാനമന്ത്രി കൊണ്ടുവരുന്ന ഏത് പദ്ധതിയും ഇത് ഒരു അപരവൽക്കരണം നടത്തുകയാണ്. അല്ല, വേണമെങ്കിൽ ഞങ്ങൾ മേടിക്കാം, പ്രധാനമന്ത്രി PM ശ്രീ എന്ന് എഴുതത്തില്ല. അതെങ്ങനെയാണ്? എന്ത് കണ്ടീഷനാണ് ഇതിപ്പോ? നിങ്ങളുടെ കാശ് പോന്നോട്ടെ, രാജ്യം പറയൂല. ഒന്ന് ആലോചിച്ച് നോക്കും. 303 സീറ്റിന്റെ ഭൂരിപക്ഷത്തിന് ജനം തെരഞ്ഞെടുത്ത ഒരു പ്രധാനമന്ത്രിയെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് അംഗീകരിക്കണ്ടേ? എന്നിട്ട് അംഗീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അങ്ങ് കുറച്ചുകൂടി കൂട്ടിത്തരണം എന്നല്ലേ? മാത്രമല്ല, ഒന്നുകൂടി പറയാലോ, ഇത് ഏതെങ്കിലും പാർട്ടിയുടെയോ ഈ ഏതെങ്കിലും കാലത്ത് മാറി മാറി തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളുടേതോ അല്ലല്ലോ. നമ്മുടെ രാജ്യത്തിൻ്റെതാണ്, നമ്മുടെ പണമാണ്. ഞങ്ങൾക്ക് കൂടി കുറച്ച് കൂട്ടിത്തരൂ. ഞങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് മുന്നിട്ട് നിൽക്കുന്നവരാണ്, കൂടുതൽ ഡിമാൻഡുള്ളവരാണ്, കൂടുതൽ അർഹിക്കുന്ന സ്കൂളുകളുള്ളവരാണ്. ഞങ്ങൾക്ക് 300 സ്കൂളുണ്ട്, അതിലൂടെ പറയേണ്ടത്. അല്ലാതെ നിങ്ങളുടെ പൈസ നിങ്ങളുടെ പേര് പറയണമെങ്കിൽ ഞങ്ങളുടെ 150 സ്കൂളിനും വേണ്ട. അതെ, ഈ ഒരു ഫെഡറൽ സ്പിരിറ്റ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് അവസരം കിട്ടുമ്പോഴൊക്കെ ഓരോ നേതാവും ഓരോ പ്രസംഗത്തിൽ 40 വട്ടമെങ്കിലും ഫെഡറൽ 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 എന്ന് പറയും. ഫെഡറൽ എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? യൂണിയനെ അംഗീകരിക്കാത്ത എന്താണ് ഫെഡറൽ ആവുക? എങ്ങനെയാണ്? യൂണിയൻ ഉള്ളപ്പോൾ യൂണിയനും സ്റ്റേറ്റും തമ്മിലുള്ള ആരോഗ്യകരമായ ബന്ധത്തിനാണല്ലോ ഫെഡറൽ എന്ന് പറയുക. ഈ രണ്ട് ചക്രങ്ങളും ഒരുമിച്ച് കറങ്ങിയിട്ട് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്കീമിനാണല്ലോ ഫെഡറൽ. ഇതിലും ഗുരുതരമായ മട്ടൊന്നുമില്ലേ മാഷേ? ഇന്ത്യ മുഴുവൻ നടപ്പാക്കിയ ആയുഷ്മാൻ ഭാരത് നമ്മൾ നടപ്പാക്കിയില്ല. എന്നിട്ട് അതിന്റെ കേന്ദ്രത്തിന്റെ ഇൻഷുറൻസ് സ്കീം പേര് മാറ്റി കാരുണ്യ എന്ന പേരിൽ അതിന്റെ അത്രയും വിപുലമായ കാര്യങ്ങളില്ലാതെ പരിമിതപ്പെടുത്തി കാരുണ്യ എന്നുള്ള പേരിൽ നടപ്പാക്കുന്നു. കേന്ദ്രത്തിന്റെ അത് ഈ പണ്ടത്തെ ഒരു നമ്പൂരി ഫലിതം ഉണ്ടല്ലോ, നീ അല്ല പിച്ചക്കാരൻ വരുമ്പോ കാര്യസ്ഥൻ അല്ല, ഇവിടെ ഒന്നും ഇല്ല എന്ന് പറയാനുള്ള അവകാശം എന്റേതാണെന്ന് പറയുന്നത് പോലുള്ള ഒരു തരം എനിക്ക് തോന്നുന്നു വളരെ വില കുറഞ്ഞൊരു ഫ്യൂഡൽ മനസ്സാണത്. കാരണം ജനങ്ങൾക്ക് എവിടുന്ന് കിട്ടിയാലും രാജ്യത്തിൻ്റെതാണ്, ജനങ്ങളുടെ നികുതി പണം തന്നെയാണ് ഈ തരുന്നത്. അത് തരാൻ സന്മനസ്സുള്ള ഒരു ഗവൺമെന്റ് ഇന്ത്യ മുഴുവൻ കൊടുക്കാൻ തയ്യാറാകുമ്പോൾ അപ്പൊ നമുക്ക് മാത്രം വേണ്ട, എന്നിട്ട് അത് തന്നെ ചെറിയ പേര്. ആരോഗ്യ ഇൻഷുറൻസ് 5 ലക്ഷം രൂപയാണ്. അതാണ് നമ്മൾ കാരുണ്യ പദ്ധതിയുടെ ഒരു എക്സ്റ്റൻഷൻ പോലെ പേര് മാറ്റി വളഞ്ഞ വഴിയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന് വലിയ നഷ്ടം വരുത്തും. ഈ സമീപനമാണ് മാറേണ്ടത്. ബേസിക് ആയിട്ട് ഈ സമീപനമാണ്. പരമാവധി ചോദിച്ചു മേടിക്കുക, അതല്ലേ 10 തന്നാൽ 100 തരണമെന്ന് പറയുക. തീർച്ചയായിട്ടും. എന്നിട്ട് PM-ന്റെ പേര്, പ്രധാനമന്ത്രിയുടെ പേര് ഒരു വട്ടം എഴുതി വെക്കാൻ പറയുമ്പോൾ ഞങ്ങൾ 4 വട്ടം എഴുതി വെക്കാന്ന് പറയണം. എഴുതി വെക്കുകയും മാത്രമല്ല എല്ലാത്തിനും പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിമാരെയും കൊണ്ടുവന്ന് എല്ലാ സ്കീമും ഉദ്ഘാടനം പറയാലോ. അവർ 100 തന്നത്, ഞങ്ങൾ ആവശ്യപ്പെട്ട് സമ്മർദ്ദം ചെലുത്തി അത് 200 ആക്കി. അതെ, ഞങ്ങളുടെ മിടുക്കാണെന്ന് പറയാം. അങ്ങനെ പറയണം. അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ ഒരു ഭാഗത്ത് ഇപ്പോഴും ചില ടയറുകൾ, ചില ബോഗികൾ ഇപ്പോഴും വളരെ സ്ലോ ആണെന്ന് തോന്നുന്നു. PWDയിൽ ഇപ്പോൾ പൊതുമരാമത്ത് മന്ത്രി അടുത്ത കാലത്ത് കുറെ കൂടി നല്ല സമീപനം കാണിക്കുന്നു, തുറന്ന സമീപനം കാണിക്കുന്നുണ്ട്. അദ്ദേഹം കേന്ദ്രമന്ത്രിമാരെയൊക്കെ പരസ്യമായി അഭിനന്ദിച്ചുകൊണ്ട്, കേന്ദ്ര ഗവൺമെന്റിനെ അഭിനന്ദിച്ചുകൊണ്ട് ചില ഉദ്ഘാടന പരിപാടികളിലൊക്കെ സംസാരിച്ചു റിയാസ്. അപ്പോൾ അതിന്റെ അർത്ഥം, അതിന്റെ മെച്ചം കാണാനുണ്ട്. അദ്ദേഹത്തിന് കണ്ണടച്ചിട്ട് ഇരുട്ടാവില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കേരളത്തിൽ നിന്ന് റെയിൽവേ മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ രാജേട്ടനായാലും അഹമ്മദ് വരെ റെയിൽവേ സഹമന്ത്രിമാർ പലപ്പോഴും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നാളിതുവരെ കേരളത്തിന്റെ, ഞാനിപ്പോൾ തെക്ക് വടക്ക് സാറിന് അറിയാലോ, സ്ഥിരമായി യാത്ര ചെയ്യുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു 50 കൊല്ലത്തെ ഓർമ്മ എനിക്കുണ്ടല്ലോ,
ഇന്ന് വരെ നടക്കാത്ത വിധത്തിൽ ഞാൻ വരുന്ന കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും എല്ലാ റെയിൽവേ സ്റ്റേഷനിലും സാറേ, ഒന്നും രണ്ടും അല്ല, എല്ലായിടത്തും. അപ്പോൾ വികസനം നടക്കുന്നില്ല. വികസനം വേണ്ട രാജ്യത്ത് വികസനം നടത്തുന്നില്ല. നരേന്ദ്രമോദിയുടെ കാലത്ത് വികസനം നടക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. ഈ കേരളത്തിലെ നാഷണൽ ഹൈവേയുടെ സ്ഥിതി എന്താ? ഈ നാഷണൽ ഹൈവേ 2026 ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ എനിക്ക് നല്ല ഉറപ്പാണ് കേന്ദ്ര ഗവൺമെന്റ് വികസനം നടത്തിയില്ല എന്ന്, നരേന്ദ്രമോദി വികസന വിരുദ്ധനാണെന്ന് വാതുറക്കാൻ കഴിയില്ല കേരളത്തിൽ. അല്ല, അതിനിപ്പോൾ ഞങ്ങളാണ് ഇതിന്റെ ആളുകളെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതൊക്കെ ജനം ഇവരെക്കാളും നമ്മളെക്കാൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കും നമ്മളെക്കാൾ ബോധ്യമുണ്ട്. എല്ലാ ജംഗ്ഷനിലും ദേശീയപാത യാഥാർത്ഥ്യമാക്കിയ ഇന്ന ആൾക്ക് അഭിവാദ്യങ്ങൾ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർക്ക് അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്, അതൊക്കെ നടക്കും തട്ടിപ്പ്. പക്ഷേ നിവൃത്തിയില്ല, അവർക്കറിയാം, ആളുകൾക്ക് മനസ്സിലാവും. മുഖ്യമന്ത്രി പോലും പറയേണ്ടി വന്നിട്ടുണ്ട്, ഞങ്ങളോട് ആകെ ഏൽപ്പിച്ച പണി സ്ഥലം അക്വയർ ചെയ്ത് കൊടുക്കുകയാണ്. കാരണം റവന്യൂ ഇവരുടെ കയ്യിലാണ്, അത് കൊടുത്തിട്ടുണ്ട്. അതല്ലേ പറയേണ്ടത്. ഞങ്ങൾ പൈസ വാങ്ങുന്നില്ല, പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അതും വാങ്ങുന്നില്ല എന്ന് പറഞ്ഞു. ശരി, ഇപ്പൊ ഫ്രീ ആയിട്ടാണ് സ്ഥലത്തിന്റെ പൈസ. ആദ്യം 25% എങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞു, അതും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഗഡ്കരി പറഞ്ഞു പൂർണ്ണമായും ഒഴിവാക്കി കൊടുത്തു. പാർലമെന്റിൽ പ്രസംഗമുണ്ട്. ഇപ്പൊ കേരളത്തിന് സ്ഥലം ഏറ്റെടുത്തതിന്റെ 25% പൈസ പോലും കേരളം കൊടുക്കണ്ട. അതെ, കൊടുത്തു ഈ കൊടുക്കണ്ട. അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലും ഈ ഫെഡറൽ എന്ന വാക്കിനെ വികസനത്തിന്റെ ഒരു എക്സ്റ്റൻഷനിലേക്ക്, വികസനം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന്റെ വികസനം എന്ന സങ്കല്പത്തിൽ ഫെഡറൽ കൺസെപ്റ്റ് വേണ്ടേ? പക്ഷെ എനിക്ക് വലിയ സങ്കടം മാഷേ, കാരണം മാഷൊരു അധ്യാപകൻ കൂടി ആയതുകൊണ്ട് മാഷ്ക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം നമ്മുടെ 150 സ്കൂളുകളിലെ കുട്ടികൾക്ക്, 100 കണക്കിന് കുട്ടികൾക്ക് പ്രയോജനപ്പെടേണ്ട 167,94,00,000 രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് കിട്ടാതെ പോയത്. കേരളം പൊറുക്കൂല സാറേ, അത് കേരളം പൊറുക്കൂല. നമ്മുടെ മക്കൾ, ഇതിൻ്റെ ഗുണഭോക്താക്കളായ നമ്മുടെ ഒന്നും മക്കൾ പൊറുക്കൂല. മാത്രമല്ല അവരുടെയൊക്കെ ഭാവിയോർത്ത് പലപ്പോഴും പ്രതിഭാശാലികളായ കുട്ടികൾക്ക് കിട്ടുമായിരുന്ന ഈ ആനുകൂല്യം കൊണ്ട് ഒരുപക്ഷെ രക്ഷപ്പെട്ടു പോകുമായിരുന്ന ഈ രാജ്യത്തിന്റെ ഭാവി തലമുറയുണ്ടല്ലോ, അവരുടെ രക്ഷിതാക്കൾ. കേന്ദ്രത്തിന് നല്ല മനസ്സ് തോന്നി കേരളത്തിന് ആ പണം തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ ഇപ്പൊ നിവൃത്തിയുള്ളൂ. ഇനിയെങ്കിലും ഈ പിന്തിരിപ്പൻ സമീപനം ഞങ്ങൾ പുരോഗമനവാദി മാറ്റി ഈ വർഷം മുതൽ നടപ്പാക്കും. തീർച്ചയായിട്ടും. എപ്പോഴും എന്നതുപോലെ ഇപ്പോഴും വൈകിയാണ്. കമ്പ്യൂട്ടറും ട്രാക്ടറും പോലെ PM ശ്രീയും ഒടുവിൽ നമ്മൾ സ്വീകരിക്കുന്നു. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.